ഹൃദയം എന്ന സീരിയൽ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രേമയെ ശുശ്രൂഷിക്കുന്നതിനായി ദേവികയെ സിന്ധു വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ശരത്തിനും ചന്ദ്രയ്ക്കുമേറ്റ ഏറ്റവും വലിയൊരു തിരിച്ചടിയായിരുന്നു സിന്ധുവിന്റെ ഈ തീരുമാനം. ദേവികയുടെ വരവ് എങ്ങനെയും തടയാനായി ശരത്തിന്റെ സഹായം തേടുന്നു ചന്ദ്ര. ശരത്ത് മനോഹരന്റെ അമ്മയെ കൊണ്ട് വീണു നടുവിന് പരിക്ക് പറ്റിയെന്ന് നുണ പറയിപ്പിക്കുന്നു. ദേവിക സിന്ധുവിന്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അയ്യോ ഞാൻ വീണേ, ആരുമില്ലേ അവിടെ, എടി ദേവികെ എന്നൊക്കെ പറഞ്ഞ് ഉറക്കെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു മനോഹരന്റെ അമ്മ. അവർ അഭിനയിക്കുകയാണെന്ന് ദേവികയ്ക്ക് മനസ്സിലാകുന്നു. ഒരു കാര്യം ചെയ്യാമച്ചാ, മുത്തശ്ശിയെ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് ദേവിക പറയുന്നു. അയ്യോ അത്രയ്ക്കൊന്നുമില്ല, നീ എനിക്ക് കുഴമ്പിട്ട് തന്നാൽ മാറുന്നതേയുള്ളൂ. അതല്ലമ്മേ, നടുവിനാണ് ചതവ് പറ്റിയതെങ്കിൽ എക്സ്റേ എടുക്കുകയോ സ്കാൻ ചെയ്യുകയോ ചെയ്താലേ അറിയാൻ പറ്റൂ. അതുകൊണ്ട് എന്തായാലും ഹോസ്പിറ്റലിൽ പോകണം. അതൊന്നും വേണ്ട, ദേവിക എനിക്ക് കുഴമ്പിട്ട് തന്നാൽ എൻ്റെ വേദനയൊക്കെ മാറും. എന്നാൽ ആയുർവേദ ഹോസ്പിറ്റലിൽ പോയി തിരുമ്മിപ്പിക്കാം. അതുകൊണ്ട് പഥ്യം നോക്കേണ്ടി വരുമെന്ന് പറഞ്ഞ് അവർക്ക് പാവയ്ക്ക ജ്യൂസും പച്ചക്കറി കൂട്ടി ചോറും കൊടുക്കുമ്പോൾ മീൻ കൂട്ടി ചോറുണ്ണുന്ന അവർക്ക് ഒടുവിൽ സത്യം പറയേണ്ടതായി വരുന്നു. ദേവിക പ്രേമയെ നോക്കാൻ പോകാതെ ഇരിക്കാനാണ് ഞാൻ നുണ പറഞ്ഞത്. ഇനി എനിക്ക് മീൻകറി കൂട്ടി ചോറ് വേണം. ഇവിടെ മീൻകറിയൊന്നുമില്ല, കഞ്ഞിയാണുള്ളത്. എങ്കിൽ കഞ്ഞി താ എന്നവർ പറയുന്നു. പ്രേമയെ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ പ്രേമ മറ്റാരെയും അറിയാത്ത പോലെ സംസാരിക്കുന്നു. അച്ഛനെ മാത്രം അച്ഛ എന്ന് വിളിക്കുന്നു. അത് പ്രായം കൊണ്ട് അച്ഛനായതുകൊണ്ടാണെന്ന് പ്രേമ പറയുന്നു. എല്ലാവരും സിന്ധുവിനെ അറിയില്ലേ എന്ന് പ്രേമയോട് ചോദിക്കുമ്പോൾ അഡ്വക്കറ്റ് അല്ലേ എന്ന് മാത്രം പറയുന്നു. ചന്ദ്രയെ കാണിച്ചിട്ട് പ്രേമ ചോദിക്കുന്നു ഇവൾ ആരാണെന്ന്. ഇവൾ സിന്ധുവിന്റെ ഭാര്യയാണെന്ന് പറയുമ്പോൾ ഇവളെ അല്ലാതെ നിനക്ക് മറ്റാരെയും വിവാഹം കഴിക്കാൻ കിട്ടിയില്ലേ എന്ന് ചോദിക്കുന്നു. നീ വിവാഹം കഴിക്കേണ്ടിയിരുന്നത് ഈ കുട്ടിയെ ആയിരുന്നു എന്ന് ദേവികയെ കാണിച്ചുകൊണ്ട് പ്രേമ പറയുന്നു. ചന്ദ്രയോടുള്ള പകരം വീട്ടാനായി പ്രേമ കയ്യിലുള്ളതെന്തോ നിലത്തിടുന്നു. അതിങ്ങോട്ടെടുക്കടി എന്ന് ചന്ദ്രയോട് പറയുന്നു. അതെടുക്കാനായി കുനിയുന്ന ചന്ദ്രയുടെ മുതുകത്തിട്ട് പ്രേമ നല്ല ഇടി കൊടുക്കുന്നു. വേദന കൊണ്ട് പുളയുന്നു ചന്ദ്ര. റൂമിൽ ചെന്ന പ്രേമ ദേവികയോട് ചോദിക്കുന്നു, എങ്ങനെയുണ്ട് എൻ്റെ പ്രകടനം? സൂപ്പറായിട്ടുണ്ട്. അവൾക്കിട്ട് നല്ലൊരെണ്ണം കൊടുത്തത് നന്നായി. ഇനി ഇതൊന്നുമല്ല, ഇതിലും മേലെയാണ് അവൾ അനുഭവിക്കാൻ പോകുന്നതെന്ന് പ്രേമ പറയുന്നു. പ്രേമയ്ക്ക് പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ലെന്നുള്ളതറിഞ്ഞ ശരത്ത് മാനസിക രോഗികൾക്ക് കൊടുക്കുന്ന ഗുളികകൾ ചന്ദ്രയുടെ കൈവശം കൊടുക്കുന്നു. പ്രേമയ്ക്കിപ്പോൾ കൊടുക്കുന്ന ഗുളികകൾക്ക് പകരം ശരത്ത് കൊടുത്ത ഗുളികകൾ കൊടുക്കാൻ പറയുന്നു. അവൾ അതുപോലെ ഗുളികകൾ മാറ്റി കൊടുക്കുന്നുണ്ടെങ്കിലും പ്രേമ ഗുളികകൾ കഴിക്കുന്നില്ല. വായിലിടുന്നുണ്ടെങ്കിലും അത് വിഴുങ്ങുന്നില്ല. തങ്കച്ചി അക്ഷരയെ കാണാനായി വരുന്നു. ഡോക്ടർ നിരഞ്ജനും ഡോക്ടർ മാലുവും തമ്മിലുള്ള അടുപ്പത്തെക്കുറിച്ച് പറയാനാണ് അവർ വന്നത്. ഇക്കാര്യത്തിൽ അക്ഷരയെ സഹായിക്കാനാണ് ഞാൻ വന്നതെന്ന് അവർ പറയുമ്പോൾ നിങ്ങളുടെ സഹായമൊന്നും എനിക്ക് വേണ്ടെന്നും ഇനി മുതൽ ഇതുപോലുള്ള കാര്യങ്ങൾ പറയാനായി ഇങ്ങോട്ട് വരരുതെന്ന് അക്ഷര അവരോട് പറയുന്നു. ഇതിന് നീ അനുഭവിക്കും, ഡോക്ടർ നിരഞ്ജൻ നിന്നെ ഉപേക്ഷിച്ച് പോകുമെന്ന് പറഞ്ഞ് അവർ അവിടെ നിന്നും പോകുന്നു. വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.